ഹലോ. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം. ഇതൊരു കളർ ഗ്രേഡിംഗ് ഇല്ലാത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ റോ ഫൂട്ടേജസ് ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ വേറെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കുറച്ച് ക്ലിപ്സാണ് ഇതിലുള്ളത്. എൻ്റെ ഫോണിൽ എങ്ങനെ കണ്ടു, നിങ്ങളെങ്ങനെയാണ് നേരിട്ട് കാണുക, ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. ആദ്യത്തെ കുറച്ച് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു കോയിൻ കിട്ടും. അതിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പണ്ട് ഈ ജോധ അക്ബറും അങ്ങനെയൊക്കെ കണ്ടു വളർന്ന സിനിമകളൊക്കെ കണ്ടു വളർന്ന സീരിയലൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഈ പ്ലേസസൊക്കെ. അപ്പോൾ ഇതാണ് ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഗേറ്റാണ് കേട്ടോ. ഗേറ്റിൻ്റെ കവാടമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ 50 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ കുറച്ച് മേലെയുള്ള പണികളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷേ ആ ലൈറ്റ് കാരണം അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കവാടത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് താജ്മഹൽ ദൃശ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു പീച്ചിന് വന്ന സമയത്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത്രയാണ് അതിലുള്ളത്. പിന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഈ ഒരു എൻട്രൻസ് സ്പേസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുത്തു പോകണം. അപ്പോൾ അതിൽ നമ്മൾ അധികം ഒന്നിൽ നമ്മൾ കാണാത്തതാണ് ഈ മുന്നിലുള്ള ചെടിച്ചട്ടികൾ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരുടെ ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ അങ്ങനെ ഫുള്ള് ചെടിച്ചട്ടികളാണ് അവിടെ ഉള്ളതെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല ചൂടായിരിക്കും ഇവിടെ. കാരണം എന്താ വെച്ചാൽ മരങ്ങളൊന്നും നമ്മളെ മേലെ ഇല്ല, എല്ലാം പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം ഉള്ളത് നമ്മളെപ്പോഴും വിചാരിക്കുക അത് ടൈലായിരിക്കും, അല്ലെങ്കിൽ അല്ലേ നമ്മൾ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഭംഗിയായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ പെയിൻ്റ് അടിച്ച് അതും പെയിൻ്റൊക്കെ ഇളകി പോകുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അതിലുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മുസോളത്തിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. അതാണ് അവിടെ ഉള്ളത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂസിന് കവർ വേണം. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അവിടുന്ന് നമുക്ക് ഈ 10 രൂപയ്ക്ക് 15 രൂപയ്ക്കൊക്കെ ഒരു നീല ഷൂ കവർ അവർ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും അധികം ഷോപ്പ് കീപ്പേഴ്സ്. അതിലൊന്നും ചെന്ന് പോയി പെടരുത്, ഇത് ഫ്രീ ആണ്. പിന്നെ ഇതാണ് ശരിക്കും ഈ താജ്മഹൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ മുറ്റമാണ്. അപ്പം മിനാരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതൊരു ഫുൾ വൈറ്റാണ്. ഇതിലൊരു ചെറിയ ഈ ഒരു ഗേറ്റിനുള്ളിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കാണുന്നത്. ഉള്ളിലുള്ള ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചുമരിലുള്ള കൊത്തുപണികളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ലേസർ അടിച്ചിട്ട് കാണിച്ചു തരുന്ന സമയത്ത് ഈ പച്ചയും അതേപോലെ തന്നെ ഓറഞ്ച് ഒക്കെ ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാനത് ഇങ്ങനെ ഒരു മൊബൈൽ എടുത്തിട്ട് നോക്കിയതാണ്. പക്ഷേ അതിലത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. അല്ലാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ലേസറൊക്കെ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൽ കാണുന്നുണ്ട് ആ കളറൊക്കെ പച്ചയൊക്കെ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ അതിനൊക്കെ ഗൈഡിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു കൊത്തുപണികളാണ്. അപ്പം അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാണ് നമ്മളെ ഇറങ്ങി വരുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു കാര്യം. അതിൻ്റെ ഉള്ളിലാകെ ഈ ശവക്കല്ലറേൻ്റെ അത് നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല. ഒരു ഭാഗത്തു കൂടെ കയറി മറ്റേ ഭാഗത്തു കൂടെ ഇറങ്ങുന്നു. ഇത് യമുന നദിയാണ്, അതിൻ്റെ ഭാഗത്താണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ മുറ്റം ഫുള്ള് നമ്മൾ ഈ നേരത്തെ എൻട്രൻസിൽ കയറി വന്നില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് അങ്ങനത്തെ ഫോർട്ട്സാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ ഇതെല്ലാം ഈ വൈറ്റ് മാർബിളിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞതെന്ന് ആലോചിക്കാം. പിന്നെ ഇതാണ് നമ്മൾ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും. നമ്മൾ താഴോട്ടാണ് നമ്മൾ കാണുന്നത്. കുറച്ച് നടക്കാനുണ്ട് നല്ല വെയിലത്ത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടോക്കൺ സെക്യൂരിറ്റീൻ്റെ അടുത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ വഴി തന്നെയാണ് നമ്മുടെ ആഗ്ര ഫോർട്ട് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് വേറെ എൻട്രി ഫീസ് തന്നെയാണ്. കുറച്ച് പോകാനുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പക്ഷേ ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ പഹൽഗാമിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ അറ്റാക്കിൻ്റെ ടൈമിൽ പോയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ അന്ന് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ പോയത് മധുരയും വൃന്ദാവനും കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ട്രെയിനിന് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നാട്ടിലെത്തി.
ഓക്കേ.